നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ ഫാനിൻ്റെ സൗണ്ടാണ് നമ്മുടെ ഒത്തിരി ഡിസ്റ്റർബ് നമുക്ക്. പക്ഷേ ഫാൻ ഇല്ലാതെ ഈ റൂമിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല ചൂടാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ളതാണ്. ഇത് എൻ്റെ ബെഡ്റൂമാണ്. ആണെങ്കിൽ ഇത് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ തുണികളൊക്കെ വയ്ക്കാനുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനമൊക്കെ വയ്ക്കണതും. കട്ടിങ് ടേബിളും ഇവിടെയാണ്, കാണിച്ചു തരാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ലെഹങ്കയാണ്. ലെഹങ്ക എന്ന് പറയുമ്പോൾ ഇതാണ് സ്കേർട്ട്. ഇതാണ് നല്ല സീക്വൻസ് വെച്ച വർക്കാണ്. ഇതാണ് മറ്റേ എൻ്റെ വശം. ഇതാണ് സ്കേർട്ട്. അപ്പോൾ ഈ സ്കേർട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. ഇവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് നാടയും കൂടെ ഇട്ടാൽ മതി. പിന്നെ സ്കേർട്ട് അപ്പോൾ ഓക്കെയാണ്. പിന്നെ ഉള്ളത് ക്രോപ്പ് ടോപ്പാണ്. ഇത് ക്രോപ്പ് ടോപ്പ് ഉള്ളതാണ്. ഇത് നെറ്റാണ് വരുന്നത്. അൺസ്റ്റിച്ചഡ് ആണ്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ട്. ലൈനിങ് ഇതാണ്, ഈ കളറാണ്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് റിസപ്ഷന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സ്. ക്രോപ്പ് ടോപ്പ് ഡ്രസ്സും കൂടെ തയ്ക്കണം, നമ്മൾ പാവാട ഉടുപ്പുകളൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ഒരു സാരിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് സാരി സ്റ്റിച്ച് ചെയ്ത് പാവാടയും ക്രോപ്പ് ടോപ്പും ആക്കാനാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാരി. ഇതാണ് സാരി. കാണുന്നില്ലേ? നല്ല രസമുണ്ടല്ലേ. നേവി ബ്ലൂ ആണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി എനിക്ക് 2 സാദാ ബ്ലൗസ് വയ്ക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സാരിയുടേതാണ് സാദാ ബ്ലൗസ്. ഈ സാദാ ബ്ലൗസ്. പിന്നെ ഇത് ലൈനിങ് വിത്ത് ബ്ലൗസാണ്. അപ്പോൾ ലൈനിങ് ഇട്ട് തയ്ക്കണം ഇത്. അപ്പം ഈ വീഡിയോയിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയിപ്പോവും. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് ചെയ്യുമെന്ന്. എനിക്കിപ്പോൾ സമയം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം സ്റ്റിച്ചിങ്ങും പാർലറിലും കൂടെ പോകുന്നത് കൊണ്ട്, ഔട്ട്ഡോർ വർക്കും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ ഈ കുറച്ച് സമയം കിട്ടുന്നതിലാണ് ഞാൻ റീൽസും ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണ് കാണിക്കുന്ന വീഡിയോക്കും കൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. അല്ലാതെ അത് മേക്കിംഗ് വീഡിയോ എനിക്കത് ചെയ്യാനുള്ള സമയമില്ല. എന്നാലും എന്നെങ്കിലല്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കൂടെ ഞാൻ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വർക്ക് കഴിഞ്ഞു. ഇതാണ് ക്രോപ്പ് ടോപ്പ്. ഇത് നെക്ക് വർക്കൊക്കെ കണ്ടോ? ഒരു വെറൈറ്റി നെക്കാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡും ഇതേപോലെ അതിൻ്റെ പ്ലീറ്റ് വന്ന് ഇതിലൊരു സ്റ്റോൺ വർക്കും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പട്ട. ഇതാണ് ഉടുപ്പും. ബാക്ക് ഇൻവിസിബിൾ സിബാണ്. ഇൻവിസിബിൾ സിബാണ്. ഇതേപോലെ ഓപ്പണാക്കി ചെയ്യും. കയ്യിൽ നല്ല രസമല്ലേ? നന്നായിട്ടില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് നല്ല കൊച്ചു പ്ലീറ്റൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ പട്ടയൊക്കെ വെച്ച് വീതിക്ക്. അതുപോലെ ഇതിൽ ഹൂക്കും സിബും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്കിഷ്ടമായി.
നല്ല കളറായിട്ടുണ്ട്, നല്ല ഞുറുവൊക്കെ ഉണ്ട്. ഹൂക്കും സിബും വെച്ചിട്ടുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ടൈറ്റ് ചെയ്യാം. ഇത് ലെഹങ്കയാണ്, ലെഹങ്കയുടെ സ്കേർട്ടാണ്. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്തു. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നാടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ വേറെ പണിയൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് ജോയിൻറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്കേർട്ടുണ്ട്, അത് കാണിക്കാം. സ്കേർട്ട് അതിൽ കഴുത്തും ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഷേപ്പ് ചെയ്ത് പിന്നെ പ്രിൻസസ് കട്ടാണ്, ഫ്രണ്ട് പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്ത്. പിന്നെ കയ്യിൽ ലൈനിങ് ഇല്ല, നെറ്റ് മാത്രമേ ഉള്ളൂ. ഫുള്ള് വർക്കുള്ളത് കൊണ്ട് നമുക്ക് വലിയ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻവിസിബിൾ സിബും ഹൂക്കും വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 3 ലൈനിങ് ആണ്, എന്ന് വെച്ചാൽ നെറ്റും ലൈനിങ്ങും പിന്നെ അതിൻ്റെ അകത്തൊരു ലൈനിങ്ങും ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 ലെയറായിട്ടാണ് തച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനൊരു ഫിനിഷിങ് വരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്